എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഞാൻ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയാം? തെക്കിൻ്റെ കാശ്മീർ. അതെ, മൂന്നാറിലാണ്. മൂന്നാറിൽ നമ്മുടെ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇവിടെ ഞാൻ എന്തിനാ വന്നിരിക്കുന്നത്? ഇവിടെ മൂന്നാമത് മൂന്നാർ ഫ്ലവർ ഷോ 2024, അതായത് പുഷ്പമേളയ്ക്ക് തുടക്കമായിട്ടുണ്ട്. ഈ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മൂന്നാറിലെ ദേവികുളം റോഡിലാണ്. അതായത് നമ്മുടെ ഗ്യാപ് റോഡ്. ഇത് കണ്ടോ, ഏറുമാടം. ഇവിടെ നിന്നുള്ള അടിപൊളി വിഷ്വൽ കാണാൻ വേണ്ടി കണ്ടോ, നമ്മുടെ ഗ്യാപ് റോഡിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നല്ല സൂപ്പർ അല്ലേ? ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 100 രൂപയും കൊച്ചു പിള്ളേർക്ക് 50 രൂപയും മാത്രമാണ് ടിക്കറ്റിന്റെ ചാർജ് ആകുന്നത്. എൻട്രൻസ് ഫീസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം ടിക്കറ്റ് ഒക്കെ മുറിച്ച് നമ്മൾ അകത്തേക്ക് കടന്ന് അതിമനോഹരമായ ദൃശ്യത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയേകുന്ന അതിമനോഹരമായ ദൃശ്യത്തിലേക്കാണ് നമ്മൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ക്ഷണിക്കുന്നത്. കണ്ടോ, നമുക്ക് ചുറ്റും പൂക്കളാണ്. നോക്കിക്കേ, പൂക്കൾ മാത്രമല്ല കേട്ടോ, രാത്രിയാകുമ്പോൾ ഏകദേശം ഒരു 6 മണിയാകുമ്പോഴത്തേനും ഇവിടെ ലൈറ്റുകളൊക്കെ ഇടും. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് മൂന്നാർ പുഷ്പമേള നടക്കുന്നത്. നമ്മുടെ ദേവികുളം റോഡിലെ ഗ്യാപ് റോഡിൽ നമ്മുടെ ടൗണിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എത്താനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. ഈ വേനൽ ചൂടിൽ അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്ന മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് മനോഹരമായ ദൃശ്യ വിരുന്നൊരുക്കിയാണ് മൂന്നാമത് പുഷ്പമേള. അത് വന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. വ്യത്യസ്തങ്ങളായ ഒരുപാട് പൂച്ചെടികളാണ് ഇവിടെയുള്ളത്. ഇവിടെ നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ചെടികളായിരിക്കും, പൂച്ചെടികൾ, അതിൻ്റെ വിത്തുകൾ, അതിൻ്റെ തൈകൾ എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനുള്ള സൗകര്യവും ഇവിടെ ഇവർ ഒരുക്കുന്നു. ഏകദേശം 5000-ഓളം ഇനം ചെടികളാണ് ഇവിടെ ഈ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ആ ഇനമാണ് പറയുന്നത്. 5000 ഇനത്തിൽപ്പെട്ട ചെടികളാണ് ഈ ഫ്ലവർ ഷോയിൽ ഒരുങ്ങി നിൽക്കുന്നത്. അത് മുഴുവനും പൂത്ത് ഉല്ലസിച്ച് നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാറിൽ ഇപ്പോൾ എടുത്തു പറയേണ്ടി വന്ന ക്ലൈമറ്റാണ്. അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ ഇപ്പം മൂന്നാറിലേത്. നല്ല മഴയും തണുപ്പും കോടയും ഒക്കെ ഇറങ്ങുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പം മൂന്നാറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ വരുന്നവർ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇവിടെയുള്ള പൂക്കളും ചെടികളും ഒന്നും നശിപ്പിക്കരുത്. അതൊന്നും പറിച്ച് കളയാതിരിക്കുക. ഇത്ര ദൃശ്യ ഭംഗി ഒരുക്കുന്ന ഒരു സ്ഥലം കേരളത്തിൽ വേറെ തന്നെ ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇവിടെ വന്ന് കണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഭംഗി എന്താണെന്ന് അറിയത്തുള്ളൂ. കണ്ടോ, നല്ല അടിപൊളി കാലാവസ്ഥയല്ലേ? ഇവിടെ നമുക്ക് ഒരുപാട് സെൽഫി പോയിന്റുകളൊക്കെ ഉണ്ട്. അതാണ് വാച്ച് ടവർ. അവിടെ നിന്ന് ഏകദേശം ഒരു 180 ഡിഗ്രി 180 ഡിഗ്രിയുടെ ഒരു വ്യൂ, ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു 180 ഡിഗ്രി വ്യൂ ഒക്കെ നമുക്ക് അവിടെ നേരിടും. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. നമ്മൾ ആദ്യം താഴോട്ടാണ് ഇറങ്ങി വന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ പോയി കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. കണ്ടോ, ആനക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊരു വാട്ടർ ഫൗണ്ടനാണ്. ഇവിടെയെല്ലാം തന്നെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോ പോയിന്റ്, സെൽഫി പോയിന്റുകളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ദേ ഈ കണ്ടോ, മലയണ്ണാന. അടിപൊളിയായിട്ടാണ് ഈ മലയണ്ണാനെ ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, അതിമനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ മലയണ്ണനെ. നമ്മുടെ ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് ഗ്യാങ് ആയിട്ടും വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഇപ്പം മൂന്നാറിൽ. അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ മൂന്നാറിൽ. പറഞ്ഞ് തീർന്നില്ല, മഴ വന്നിരിക്കുകയാണ്. മൂന്നാറിൽ നല്ല മഴയാണെന്ന് ഞാൻ പറയുന്നത്. മഴ മാത്രം കണ്ടോ, അതിമനോഹരമായ രീതിയിൽ കഥകളി വേഷം ഇവിടെ ഉണ്ട്. ഈ ഒരു വ്യൂ ഉണ്ട് നിങ്ങൾ, അതിമനോഹരമല്ലേ? എന്താ അന്തസ്സല്ലേ? അതെ, ഒരുപാട് കളക്ഷൻ പൂക്കളുണ്ട് കേട്ടോ. കണ്ടോ, മഴ നനയായിരിക്കാൻ ആനക്കുട്ടിക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ്. കൊള്ളാല്ലേ? മഴ തോരുന്നില്ല കേട്ടോ, ഒരുപാട് നേരം മഴ പെയ്യും. അങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. ഈ വഴിയിൽ നിന്നാണ് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത്. അതിമനോഹരമായി 2 സൈഡിലും ചെടികളൊക്കെ അല്ലേ? താഴോട്ട് പോകാനും അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ മഴയൊന്ന് തോർന്നോണ്ടേ ഞാനും അവിടെ നിന്ന് ഇറങ്ങി. കണ്ടോ, അതിമനോഹരമായ ദൃശ്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആദ്യം കാണുന്നത് ആനയാണ്. പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ഫോട്ടോ പോയിന്റാണ്, സെൽഫി ഫോട്ടോ ഒക്കെ എടുക്കാൻ. കണ്ടോ, അരിക്കൊമ്പനല്ല കേട്ടോ, അരിക്കൊമ്പൻ വേറെ ഉണ്ട്, ഞാൻ കാണിച്ചില്ല. അതിമനോഹരമായ കാഴ്ചകളൊക്കെ. നമുക്ക് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ കയറിയിരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ഇവിടെ ഒരുക്കും. നമുക്ക് ഇരുന്ന് സംസാരിക്കാനും മറ്റുമൊക്കെ നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. കണ്ടോ, നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഇന്ന് ഈ മൂന്നാമത് ഫ്ലവർ ഷോ നടത്തുന്നത്. അതിന് DTPCക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇവിടെ ഏകദേശം 5000-ഓളം ചെടികൾ, ഇനത്തിൽപ്പെട്ട ചെടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാശ്മീരിൽ നിന്നുള്ള തുലിപ് ഇനത്തിൽപ്പെട്ട പുഷ്പങ്ങൾ, 30 ഇനം ചൈനീസ് ബോൾസം, 31 ഇനം അസീലിയ, അതുപോലെ തന്നെ മരുഭൂമിയിൽ മാത്രം കണ്ടുവരുന്ന കള്ളിമുൾ ചെടി, മേരി ഗോൾഡ്, ഡാലിയ ചെടികൾ, മെലറ്റോമ ഇൻപേഷ്യൻസ്, മഗ്നോളിയ ലില്ലി ഫ്ലോറ, മഗ്നോളിയ ഗ്രാൻഡി ഫ്ലോറ,
അതുപോലെ വിവിധ തരം റോസുകൾ, ആന്തൂറിയം, ഓർക്കിഡുകൾ എന്ന് വേണ്ട ഇങ്ങനെ തീളുന്നു ഇവിടുത്തെ ചെടികളുടെ വിസ്മയ ലോകം. എനിക്ക് പേരറിയാത്തത് നിങ്ങൾക്ക് പേരറിയാവുന്നതുമായ ഒരുപാട് ചെടികൾ ഇവിടെയുണ്ട്. മറ്റ് ഫ്ലവർ ഷോയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് മൂന്നാറിൽ ഈ നടക്കുന്ന മൂന്നാമത് ഫ്ലവർ ഷോ. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മറ്റ് ഫ്ലവർ ഷോ ഒക്കെ ഒരിടത്ത് സെറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് പൂച്ചെടികളൊക്കെ വെച്ചിട്ട് അതൊരു ഷോ ആയിട്ട് അവതരിപ്പിക്കുന്നത്. ഇതങ്ങനെയല്ല കേട്ടോ. ഇവിടെ തന്നെ പൂ വിരിയുന്ന ചെടികളാണ് ഇവിടെ ഫ്ലവർ ഷോയ്ക്കായിട്ട് അവർ സജ്ജമാക്കിയിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എല്ലാ ചെടികളും ഒട്ടുമിക്ക ചെടികളും മണ്ണിൽ തന്നെ നട്ട് വെച്ചിരിക്കുകയാണ് എന്നാണ് ഒരു കാര്യം. കണ്ടോ, അതേ നോക്കിയേ, ഈ ചെടികളെല്ലാം മണ്ണിൽ നട്ട് നനച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതെല്ലാം പൂത്ത് നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് കുട്ടികളുടെ പാർക്കാണ് കേട്ടോ. അവിടേക്കൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. ആ കാണുന്നില്ല, നീല പോലെ കാണുന്നതുകൊണ്ട് അവിടെയാണ് 7 മണിക്ക് മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൻ ഷോ നടക്കുന്നത്. മെയ് 1 തുടങ്ങി മെയ് 12 വരെയാണ് മൂന്നാമത് മൂന്നാർ ഫ്ലവർ ഷോ ഉണ്ടായിരിക്കുന്നത്. ഇവിടത്തേക്കുള്ള പ്രവേശന സമയം രാവിലെ 9 മണിക്ക് തുടങ്ങി രാത്രി 9 മണി വരെയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ലൈറ്റ് ഇട്ട അതിമനോഹരമായിരിക്കും രാത്രികാല കാഴ്ച. ഇവിടെ ഇരുന്ന് നമുക്ക് DJ ഗാനമേളയൊക്കെ ഉണ്ട്, അതൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അറേഞ്ച്മെൻറ്റ്സും ഇവിടെ ചെയ്തിട്ടുണ്ട്. വിശാലമായ ഒരു സ്റ്റേജും എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഒലിവ് ട്രീ. ഇതെല്ലാം അതിമനോഹരമായ കാഴ്ചകൾ രാത്രിയിലാണ് നമുക്ക് സമ്മാനിക്കുക, ലൈറ്റൊക്കെ കത്തിയിട്ട്. ഇത് മരുഭൂമിയിൽ മാത്രം കണ്ടുവരുന്ന കള്ളിമുൾ ചെടിയുടെ വെറൈറ്റിയാണ്. ഒരുപാടെണ്ണം ഉണ്ടല്ലേ. അതിവിശാലമായൊരു ഹാളിൽ ഇതെല്ലാം ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്, നല്ല വെറൈറ്റിയിൽ, നല്ല ഭംഗിയിൽ തന്നെയാണ് ഇത് ക്രമീകരിച്ചത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടെ ഈ ലൈറ്റിൻ്റെ ഒരു ഇത് തന്നെയാണ് കേട്ടോ. ലൈറ്റ് ഷോ ആണ്, രാത്രിയിലാണ് ഇത് നമുക്ക് കാണാനായിട്ട് ആസ്വാദകരം. അപ്പോഴത്തെ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കാണിക്കാം. ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾ ഐ ലവ് മൂന്നാർ കാണാം. കണ്ടോ, ഇവിടെ ഒരു കുട്ടി ഒരുങ്ങി നിൽക്കുന്നത് കണ്ടോ, പൂക്കളാൽ ഒരുങ്ങി നിൽക്കുന്നത്. ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കും. ഇവിടെ ഒരു ലൈറ്റ് ഷോയ്ക്കുള്ളതാണ് കാണുന്നത്. അതെല്ലാം അടിപൊളിയായിട്ട് തന്നെ ക്രമീകരിച്ചു. ആയിരക്കണക്കിന് റോസാ ചെടികളുടെ കളക്ഷനാണ് ഇവിടെ കണ്ടോ. അതുപോലെ തന്നെ ചെടികൾ ചട്ടിയിലും ഇവിടെ വെച്ച് അതുമെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അതിവിപുലമായ ശേഖരവും ഇവിടെയുണ്ട് ചെടികളുടെ. കാരണം നല്ല രസമില്ല, ഇതൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. ഇതൊന്നും ആരും നശിപ്പിക്കരുത് കേട്ടോ. എല്ലാം കണ്ട് ആസ്വദിച്ച് പോകണം. ഇനിയും കാണാൻ വരുന്നവർക്ക് അത് കാണാമല്ലോ. നമ്മൾ നശിപ്പിച്ചിട്ട് പോയാൽ അത് അവിടം കൊണ്ട് കഴിയത്തില്ല. ഇവിടെയാണെങ്കിൽ ഓർക്കിഡുകളും ആന്തൂറിയും മാത്രമേ ഉള്ളൂ കേട്ടോ. വ്യത്യസ്തങ്ങളായ ഇനത്തിൽപ്പെട്ട റോസാ ചെടികൾ, വലുതും ചെറുതുമായ പൂക്കൾ, ഡാലിയ, സീനിയ, അങ്ങനെ ഒട്ടനവധി ചെടികൾ. പിന്നെ നമ്മുടെ ഇലച്ചെടികൾ, നല്ല രസമുള്ള ഇലകളുള്ള ചെടികൾ എല്ലാം നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെ ദിനോസറിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയാണ് രാത്രി 7 മണിക്ക് നടക്കുന്ന മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൻ ഷോ നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഇനി അടുത്തതായി കാണാൻ പോകുന്ന അരിക്കൊമ്പനെയാണ് കേട്ടോ. അരിക്കൊമ്പൻ്റെ അടിപൊളി ഒരു പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ കാണാൻ. ആനയും മറ്റ് ജീവികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഫെൻസിങ് വെച്ചിട്ടുണ്ട്. ഫെൻസിങ് ആയി കാണുന്നത് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു കിടങ്ങുണ്ട്, കുഴിയുണ്ട്. നല്ല രസമില്ലേ, ഒഴിഞ്ഞൊരു പ്രദേശം, അടിപൊളി. ഇവിടെ താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഇതെല്ലാം ഫെൻസിങ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫുൾ ഫെൻസിങ് ആണ്. ഇവിടെ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ അനുവാദമില്ല കേട്ടോ. ഇവിടെയും ഇവർ ഫെൻസിങ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അപകട മേഖല എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. ഒരു ബോട്ടിൻ്റെ അവശിഷ്ടം അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ എന്തായാലും പ്രവേശനമില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ അല്ലേ. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് മൂന്നാറിൽ വരുന്നത്. അവരെല്ലാം തന്നെ മൂന്നാർ ഫ്ലവർ ഷോ കാണാനായിട്ട് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ജനത്തിരക്കാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന ബോൾ സെറ്റ്, അതിൻ്റെ വെറൈറ്റികൾ ഒരുപാട് ഇവിടെയുണ്ട് കേട്ടോ. ബോൾ സെറ്റിൻ്റെ വെറൈറ്റി ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നേരത്തെ ഉള്ളതും നമ്മുടെ വീടുകളിൽ ഇന്ന് ഉള്ളതുമായ ഒരുപാട് ചെടികൾ ഇവിടെയുണ്ട്. അതെല്ലാം തന്നെ നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കണം. നമ്മുടെ വീട്ടിലൊന്നും ചെടികൾ ഇത്രയും പൂത്ത് നിന്നിട്ടില്ല. ഇവിടെ നമുക്കൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിരിക്കും. ഇവിടെ വന്നിരുന്ന് ഊഞ്ഞാലാടാനും ഒക്കെ. ഇവിടെ നിന്ന് ഈ മുകളിലോട്ട് കയറി പോകണം, നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാം. ഈ വഴി അങ്ങോട്ട് ചെല്ലുമ്പോഴുണ്ടല്ലോ ഇവിടെ ഏലക്കൃഷിയുണ്ട്, ഒരുപാട് ഏലത്തിൻ്റെ കൃഷിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ പുഴയുണ്ടല്ലോ, നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആ പുഴയിൽ നമുക്ക് ഇറങ്ങി
നമുക്കൊന്ന് നീന്താനൊന്നും പറ്റത്തില്ല, ഒന്ന് ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കണ്ട തണുപ്പിക്കുന്ന ആസ്വദിക്കാനായിട്ട് ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ വന്ന് നിന്ന് കാണാനും എടുക്കാനും എല്ലാം പറ്റും കേട്ടോ. ഏകദേശം ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂർ കാണാനുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. ഒരു 4 മണിക്ക് ശേഷം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും വന്നു കഴിഞ്ഞാൽ നമുക്ക് പകലുള്ള കാഴ്ചകളും കാണാൻ, രാത്രിയിൽ ലൈറ്റ് ഷോയും ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് അടിപൊളി ഒരു കാട്ടുപോത്ത്. നമ്മളിവിടെ കയറാനായിട്ട് കൊടുക്കുന്ന എൻട്രൻസ് ഫീസ് ഉണ്ടല്ലോ 100 രൂപ, അതൊരിക്കലും വേസ്റ്റ് അല്ല കേട്ടോ. അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത് അല്ലേ. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വരുമ്പോൾ സൈഡിലായിട്ട് നമുക്ക് കപ്പലണ്ടിയും അതുപോലുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ വിൽക്കുന്നവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്കാഷിൻ്റെ ഒരു സ്റ്റാളുണ്ട്. പിന്നെ അതിവിശാലം കപ്പലണ്ടി കച്ചവടമൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ. അതിവിശാലമായ ബാഗിൻ്റെ കളക്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ. വിലയൊന്നും ഞാൻ ചോദിച്ചില്ല, എന്നിരുന്നാലും ന്യായമായ വില മാത്രമേ ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ പേശി മേടിക്കുക. അങ്ങനെ നമ്മൾ മഴ പെയ്തുകൊണ്ട് കയറി നിന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ആ വാച്ച് ടവറിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്നുള്ള 180 വ്യൂ. ഇവിടെ ഫിഷ് പായും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ വാച്ച് ടവറിലോട്ടാണ് പോകുന്നത്. വാച്ച് ടവറിൽ കയറി കഴിഞ്ഞാൽ 180 ഡിഗ്രിയിലുള്ള വ്യൂ നമ്മൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ 180 ഡിഗ്രി ഇതേ നോക്കിക്കേ, അടിപൊളിയല്ലേ. 180 ഡിഗ്രിയിലുള്ള വ്യൂ ഇവിടുന്ന് കിട്ടും. അതിസുന്ദരം അല്ലേ. ഇവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരമാണ്. എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഒറ്റ ഇതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിനി രാത്രികാല കാഴ്ചകൾ കാണാം. അടിപൊളി, ഫണ്ടാസ്റ്റിക്, അതിമനോഹരം, അതിസുന്ദരം അല്ലേ. അതേ നോക്കിക്കേ, അന്തസ്. ഇത്രയും നല്ല ദൃശ്യങ്ങൾ വേറെ എവിടെയെങ്കിലും കാണാനായിട്ട് ഇന്ന് കേരളത്തിൽ സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. അത് മൂന്നാർ ഫ്ലവർ ഷോയുടെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. അടിപൊളിയായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പക്ക പൊളി സാധനം. നമുക്ക് ഇവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് ഓരോ ദൃശ്യങ്ങളായിട്ട് കാണാം കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ ഈ സമയത്ത് ഇവിടെ അനുഭവപ്പെടുന്നത്. അടിപൊളിയായിട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചെടിക്കും അതിൻ്റേതായ രീതിയിലുള്ള കളർ ലൈറ്റുകളാണ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ഇപ്പോഴും തിരക്കാണ്, ഈ സമയത്തും തിരക്കാണ്. നല്ല രസമില്ല. ഇവിടെയൊക്കെ നിന്ന് DSLR ക്യാമറ ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റ് ഹൈ ക്വാളിറ്റി ക്യാമറ ഫോണൊക്കെ ഉപയോഗിച്ച് നമുക്ക് അടിപൊളി ഫോട്ടോ എടുക്കാം. നമ്മൾ വന്ന വാച്ച് ടവർ കണ്ടോ, മഞ്ഞ, നല്ല രസമല്ലേ. ഒരുപാട് പേരാണ് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നിൽക്കുന്നതും എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയണ്ണാനെ കണ്ടോ, രാത്രികാല ദൃശ്യം കണ്ടോ. ഇവിടെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലത് തന്നെയല്ലേ. നല്ല കാലാവസ്ഥയാണ്, നല്ല അന്തരീക്ഷമാണ്, നല്ല തണുപ്പാണ്, എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ് ഇവിടം. പകൽ സമയത്ത് നമ്മൾ ഇവിടെ എല്ലാം ചെടികളാണ് കണ്ടത്, കുടം കമഴ്ത്തി വെച്ചേക്കുന്നത്, അതിൽ നിന്ന് ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ ഇപ്പോഴും നല്ല തിരക്കാണ്. ഇവിടെയും നല്ല രീതിയിലുള്ള ലൈറ്റുകൾ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ ഇരുന്ന് സമാധാനത്തോടെ സംസാരിക്കാനും നമുക്ക് പറ്റും കേട്ടോ. ആനയൊക്കെ കണ്ടോ, ആനയുടെയൊക്കെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് ജനത്തിരക്കാണ്. എല്ലാവരും വന്ന് ക്യൂ നിന്നൊക്കെയാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രാത്രികാല കാഴ്ചകൾക്കാണ് കൂടുതൽ ഭംഗിയല്ലേ. അതൊരു വ്യത്യസ്തങ്ങളായ ആൾക്കാരുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പോലെ ഇരിക്കും. എന്നിരുന്നാലും രാത്രികാല കാഴ്ചകൾക്ക് അതിമനോഹരമായ ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ ചുറ്റിപ്പറ്റുന്നില്ല, നേരെ ഞാൻ മ്യൂസിക്കൽ ഫൗണ്ടൻ, അതായത് വാട്ടർ ഫൗണ്ടൻ ഷോ നടക്കുന്നിടത്തേക്ക് പോവുകയാണ്. കണ്ടോ, ഇപ്പോഴും ഇവിടെ തിരക്കാണ്. കുട്ടികളൊക്കെ ഇപ്പോഴും ഇവിടെ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ജിറാഫൊക്കെ നിൽക്കുന്നുണ്ടോ, ഒലിവ് ട്രീ, അന്തസ്സല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇന്നുണ്ടോ, മുമ്പേ നമ്മൾ കണ്ടതാണിത്, ബോൾ പോലെ. അതിൻ്റെ അകത്തൂടെ നമ്മൾ കയറി പോകുമ്പോൾ ഇത് കണ്ടോ, അതിമനോഹരമല്ലേ. ഇവിടെയൊക്കെ നല്ല ട്യൂൺ ഇട്ട് വിടണമെന്ന് എനിക്കുണ്ട്, എന്നിരുന്നാലും കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ അതിനൊന്നും മുതിരുന്നില്ല. കണ്ടോ, ഹാർട്ട് ലവ്, തെറ്റല്ലേ. വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് മൂന്നാർ വരുന്ന എല്ലാവരും തന്നെ ഇവിടെ വന്ന് ഇത് കാണണം കേട്ടോ. മെയ് 12 വരെ ഉള്ളൂ, ആരും മിസ് ചെയ്യല്ലേ. ഒരു 5 മണിക്ക് ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ പകലത്തെ കാഴ്ചകളും നമുക്ക് കാണാം, രാത്രികാല അതിമനോഹരമായ കാഴ്ചകളും കാണാം. അങ്ങനെ 7 മണി കറക്റ്റ് ആയപ്പോഴത്തേക്കിന് മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൻ ഷോ ആരംഭിച്ചിരിക്കുന്നത്. അടിപൊളിയല്ലേ, ഒന്ന് കണ്ടുവരാം അല്ലേ.
ഏകദേശം ഒരു അരമണിക്കൂറോളം നീളുന്ന വാട്ടർ ഫൗണ്ടൻ ഷോയാണ് ഇവിടെ അരങ്ങേറിയത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളല്ലേ നിങ്ങൾ കണ്ടത്. ഞാൻ കുറച്ച് കാഴ്ചകളെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ. അവിടെ ഇന്ന് അതിമനോഹരമായ കാഴ്ചകളിലേക്കാണ് വീണ്ടും ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നല്ല റോസ് ബൾബ്, LED ബൾബൊക്കെ ലൈറ്റ് ചെയ്ത് അതിമനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ കാണാനായിട്ട്. ഇവിടം കൊണ്ട് മാത്രം തീർന്നില്ല കേട്ടോ. ഐ ലവ് മൂന്നാർ, ഇതും അതിമനോഹരമായിട്ടില്ലേ. ഇവിടെയൊക്കെ തന്നെ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. അവിടെയും ലൈറ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പേ കണ്ടില്ലായിരുന്നു ലൈറ്റ് ഇടാതെ തന്നെ ഈ സാധനം. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതും നല്ല രീതിയിൽ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ആൾക്കാർ ഇവിടെ നിന്നാണ് ഫോട്ടോ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും വരുന്നതും ഫോട്ടോയൊക്കെ എടുക്കുന്നതായിട്ട് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇനി സമയം കളയാൻ ബാക്കിയില്ല. എല്ലാവരും തന്നെ നമ്മുടെ DJ ഗാനമേള കാണാനായിട്ടും കേൾക്കാനായിട്ടും ഇവിടെ ഇരുന്നിരിക്കുകയാണ്. ഇവിടെ ഇരിക്കാനുള്ള സ്റ്റെപ്പുകളൊക്കെ തന്നെ ആദ്യം നമ്മൾ കണ്ടിരുന്നല്ലോ, അതിനുള്ള സജ്ജീകരണം നമ്മൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും സ്റ്റേജിന് എതിർവശത്ത് വന്നിരിക്കുകയാണ്. ഞാനും അവിടെ നിന്ന് മനോഹരമായ ദൃശ്യവിരുന്നൊരുക്കിയ മൂന്നാമത് മൂന്നാർ പുഷ്പമേളയിൽ നിന്ന് ഞാൻ മനസ്സോടെയാണ് ഇറങ്ങുന്നത്. അത്രയ്ക്ക് അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. തെക്കിൻ്റെ കാശ്മീരായ മൂന്നാർ നമ്മുടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അതിലൊരു പുതിയൊരു കാഴ്ച, പുതിയൊരു വസന്തമായിരിക്കും ഈ മൂന്നാർ ഫ്ലവർ ഷോ എന്നത്. അപ്പോൾ മൂന്നാർ വരുന്നവരെല്ലാം തന്നെ ഇത് മിസ് ചെയ്യാതെ കയറി കാണണം. 100 രൂപ മാത്രമേ ഉള്ളൂ ഇവിടത്തേക്ക് എൻട്രൻസ് ഫീസ്. അതൊരിക്കലും വേസ്റ്റ് ആകില്ല കേട്ടോ. അത്രയ്ക്ക് വെർത്താണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നത്. അപ്പോഴും മൂന്നാർ വരിക. ഇവിടുത്തെ കാലാവസ്ഥ അടിപൊളി കാലാവസ്ഥയാണ്, അത്യുഗ്രം തന്നെ എന്ന് പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.